ഹേ വാട്സ് ഗെയിമേഴ്സ്. ഇപ്പം നമ്മൾ ഡേയ്സ് ഓഫ് ജേക്കിൻ്റെ എപ്പിസോഡ് 4 ആയിട്ടാണ് വന്നേക്കണത്. ഇന്ന് നമ്മുടെ GTR വെച്ചൊരു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ട്രയലാണെന്ന്. നമുക്ക് 2 സ്ഥലങ്ങളിൽ ട്രയലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബാങ്ക് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഈ പരിപാടി നടത്തുന്നതിൻ്റെ ഒരു സംഭവം വാങ്ങാനുണ്ട്. അത് വാങ്ങണം. നേരെ 100 രൂപ. നമ്മൾ ഏകദേശം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബാങ്കല്ല, ഒരു ബിൽഡിങ്ങിൻ്റെ പോലത്തെ ബിൽഡിംഗ് ആണ്. ഏകദേശം ഒരു ബാങ്ക് എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ ഇവിടെ കാണുന്ന ബാങ്കല്ല, ഒരു ഫോറിൻ കൺട്രീസിലെ ബാങ്ക് പോലെയാണ് സെറ്റ് ചെയ്തേക്കണേ. ഇന്ത്യയിൽ അങ്ങനത്തെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളെന്താ അവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വാങ്ങണം. ഓക്കെ, നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സ്ട്രപ്പൊക്കെ കയറിക്കോ. പിന്നെ നമ്മൾ ഷോൻ്റെ ട്രയലിന് നമ്മൾ കൊണ്ടുപോകാനില്ല ലെസ്റ്ററിന്. ഗൈസ് ഇന്ന് നമ്മൾ ട്രയലായതുകൊണ്ട് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ 2 സ്ഥലത്ത് ട്രയലുണ്ട്. നാളെ 2 സ്ഥലത്താണ് ഷോ ഉള്ളത്. കാരണം ഈ ഷോയിൻ്റെ ആ സംഭവമില്ലേ, അത് നമുക്ക് നാളെ വാങ്ങാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ വാങ്ങി വെച്ചേക്കണേ. വീട്ടിൽ എത്തിയിട്ട് ഇന്ന് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ നാളെ കുറേ വണ്ടി ഉണ്ടാവും. പിന്നെ കാണാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. ട്രയലാണ് ഇന്ന് ചെയ്യണേ. കാരണം വണ്ടിയോട് ഇട്ടിട്ട് ലെസ്റ്ററിനെ ഇറക്കിയിട്ട് എന്തായാലും പോവാം. ലെസ്റ്റർ അപ്പം നീ ഇവിടെ നിന്ന് ഓക്കേട്ടാ ചേക്കാൻ, ഞാനിവിടെ നിന്നോളാം. ഈ വയസ്സ് ലെസ്റ്റർ എന്തായാലും ഇവിടെ നിന്നോളാം. നമുക്ക് നേരെ ഗാരേജിലേക്ക് പോവാം. നമുക്ക് അകത്ത് കൂടെ പോവാം ഗൈസ്. എനിക്ക് നമ്മുടെ സൈക്കിള്, പിന്നെ നമ്മുടെ ഫോർച്യൂണർ, പിന്നെ നമ്മുടെ മോഡിഫൈ GTR. അപ്പോൾ അതിൻ്റെ റെഡ് ഗ്ലാസ് സീനാട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ ഈ വണ്ടി വാങ്ങുമ്പോൾ തന്നെ ഉണ്ടായ സ്പോയിലർ, ആ ലുക്കാണ് ഗൈസ്. അടിപൊളി വണ്ടിയാണ്, ഒന്നും പറയാനില്ല. സീൻ വണ്ടി. അടിപൊളിയാണ് ഗൈസ് വണ്ടി. ഇതിൻ്റെ സൗണ്ട് ഞാൻ ഓഫ് ഇട്ടേക്കാം, അതുകൊണ്ടാണ് സൗണ്ടൊന്നും കേൾക്കാത്തത്. പിന്നെ അവിടെ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ സൗണ്ടിൻ്റെ ഇതെന്തോ വന്നിട്ട് ഞാൻ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് റെക്കോർഡ് കൊടുക്കണേ. മീൻസ് സൗണ്ട് റെക്കോർഡ് ചെയ്യണം. അതിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഓക്കെ, അതാണ് ഗൈസ്. ഗൈസ് പിന്നെ നമ്മൾ ഈ വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കും. നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാണ്. നാളെ ഇതുപോലെ ആയിരിക്കില്ല നമ്മൾ ചെയ്യാൻ പോണത്. നാളെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ ഫോർച്യൂണർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലും, മീൻസ് ഓഫ് റോഡ് രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്താലും ഉണ്ട്. കാരണം അതിൻ്റെ അടി ഭയങ്കര തട്ടാൻ സാധനങ്ങൾ ലോർ ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ട്രയൽ കഴിഞ്ഞു. നമുക്ക് ബയോഡൈവേഴ്സിറ്റി പാർക്കിലേക്ക് വേണം പോവാൻ. ഒരു പ്രാവശ്യം ഡ്രിഫ്റ്റ് അടിച്ചിട്ട് പോവാം. നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. നമ്മുടെ വണ്ടീൻ്റെ ബാക്കി എക്സോസ്റ്റിന് തീയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ വഴിക്ക് ഏറ്റവും പറ്റില്ല ഗൈസ്, അടി കെട്ടും. എന്തായാലും അങ്ങോട്ട് പോവാൻ നേരെ ഷോറൂം എത്തിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് പോകണം. കുറച്ചുകൂടി പോകണം എന്നാ തോന്നണം. നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സംഭവം വാങ്ങാൻ വന്നല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജമ്പ് ചെയ്തിട്ടുണ്ട് വണ്ടി. ഡ്രിഫ്റ്റ് ഇപ്പോൾ കാർമ ഇടിച്ചേനെ കഴിച്ച നമ്മൾ ഫാക്ടറീൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഓപ്പൺ അല്ല, അതുകൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ലെന്ന്. നമ്മൾ ആ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്ത് എൻട്രി അങ്ങനെ കാട്ടാം. എന്നാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓ
മരത്തും തട്ടി, പക്ഷെ തട്ടി എന്ന രീതിക്കാണ് വണ്ടി പോയത്. ഇതുപോലെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തെടുക്കണം ഗൈസ്, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റി തോന്നില്ല, കാരണം ഡ്രിഫ്റ്റിങ്ങിലൊരു ഇതുണ്ട്. നമുക്ക് ക്രാബ് വാക്കിന് ടെക്നോളജി എല്ലാം കൊണ്ടുവരണമെങ്കിൽ ഇത് പറ്റുമായിരിക്കും. പക്ഷെ അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. അപ്പോൾ ചിലപ്പോൾ വണ്ടി മറിയാനൊക്കെ ചാൻസ് ഉണ്ടാവും. മരത്തിൽ ഇടിച്ച് ഗൈസ് വണ്ടി. നമുക്കിവിടെ ഷോ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ കഴിയാറാവും. നമ്മളിങ്ങനെ നേരെ അങ്ങോട്ട് പോവുകയാണ് കുറച്ച് കഴിയുമ്പോൾ. ഗൈസ് ഇവിടുത്തെ ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്. നേരെ എന്തെങ്കിലും പുറത്തോട്ട് കടക്കാം. ഓക്കെ, പുറത്തോട്ട് കിടക്കാൻ പോവാണ്. ഡ്രിഫ്റ്റ് എന്ന് വിചാരിച്ചു, പക്ഷെ ബ്രേക്ക് ഇതായില്ല. ഇവിടെ എങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ടെയ്നറും ഇപ്പം തന്നെ ഇടിച്ച്. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് സ്റ്റിയറിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട്. ഇപ്പോൾ ലെഫ്റ്റോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ റൈറ്റിലോട്ട് ഒടിച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ട് ഗൈസ്. ഇതുപോലെയാണ് നമ്മൾ ആ പാർക്ക് ചെയ്യേണ്ടത്, മരത്തിൻ്റെ ഇടയിൽ കൂടെ പോവാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടായിരുന്നു. ഇവിടെ ഇടിക്കാണ്. ഇടിച്ച് ഗൈസ്. നേരെ സ്പീഡിൽ വിടാം, ഒന്നും നോക്കാനില്ല. വേഗം അങ്ങ് പോവാണ് നമ്മൾ. ഗൈസ് അടിപൊളിയായിട്ട് നമ്മൾ ഇപ്പം തന്നെ സ്വിഫ്റ്റും ഇടിച്ചാണ് നമ്മൾ. ഇടിച്ചാനല്ല, ഇപ്പം തന്നെ മറിഞ്ഞാണ് വണ്ടി. ഓക്കെ, നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് കയറ്റാൻ എന്തായാലും കയറ്റാൻ പറ്റില്ല, കാരണം ഓട്ടോമാറ്റിക്കാണ് ഗേറ്റ്. ഇടിച്ച് ഗൈസ്, ഗേറ്റൊക്കെ ഇപ്പോൾ പൊട്ടിയാണ്. സെറ്റായിട്ട് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. താറും ഇടിച്ചിടിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയ്ക്കുള്ളൂ. ബൈ ബൈ.